ഇനി കൊച്ചിയിലേക്കാണ്. സാധാരണഗതിയിൽ കുടിവെള്ളം മുടങ്ങുന്നതാണ് വാർത്തയാവുന്നതെങ്കിൽ ഇന്ന് കൊച്ചിയിൽ കുടിവെള്ളം മുടങ്ങില്ല എന്നുള്ളതാണ് വാർത്ത. തമനം പമ്പ് ഹൗസിലെ അറ്റകുറ്റപ്പണി മാറ്റിവെച്ചിരിക്കുകയാണ്. 3 ദിവസം കുടിവെള്ളം മുടങ്ങുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുടങ്ങില്ല എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ നൽകുന്നത്. ആര്യ വിനോദ് വിവരങ്ങൾ നൽകും. ആര്യ, നേരത്തെ കുടിവെള്ളം മുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം മുടങ്ങുന്ന സാഹചര്യം ഇല്ല. മാത്രമല്ല, ഈ അറ്റകുറ്റപ്പണി ഇനി വളരെ പെട്ടെന്ന് തന്നെ നടക്കാനിടയുണ്ടോ? തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഈ അറ്റകുറ്റപ്പണി പുരോഗമിക്കും എന്നുള്ള കാര്യമാണ് അറിയുന്നത്. 3 ആഴ്ച മുമ്പാണ് തമനം പമ്പ് ഹൗസിലെ ജലസംഭരണി തകരുന്നൊരു സാഹചര്യം ഉണ്ടായത്. 1.15 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന സംഭരണിയായിരുന്നു. അത് തകർന്ന് വലിയൊരു അപകടമായിരുന്നു കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് അതിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ടാണ് ഇപ്പോൾ 3 ദിവസം വെള്ളം മുടങ്ങും എന്നുള്ള കാര്യം അറിയിച്ചത്. ഇന്ന് രാത്രി 9 മണി മുതൽ വ്യാഴാഴ്ച രാത്രി 10 മണി വരെ കുടിവെള്ളം മുടങ്ങും എന്നുള്ളതും ശേഖരിച്ചു വെക്കണം എന്നുള്ള അറിയിപ്പുകളായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് അറ്റകുറ്റപ്പണി താൽക്കാലികമായി ഇന്ന് നടത്തുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. കൊച്ചി കോർപ്പറേഷനിലെ എല്ലാ ഡിവിഷനിലും ചേരാനല്ലൂർ, മുളവുകാട് പഞ്ചായത്തിലുമായിരുന്നു കുടിവെള്ളം മുടങ്ങും എന്നുള്ള കാര്യം അറിയിച്ചത്. താൽക്കാലികമായ അറ്റകുറ്റപ്പണി അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഏത് ദിവസമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് അടുത്ത സമയങ്ങളിൽ വരും. ശരി, അപ്പൊ എന്തായാലും കൊച്ചിയിൽ കുടിവെള്ളം മുടങ്ങില്ല. കൊച്ചി നിവാസികൾ തൽക്കാലം ആശങ്കപ്പെട്ട് വെള്ളം പിടിച്ചു വെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് ആര്യ പറയുന്നത്.